ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയും മനസ്സിലായിട്ടാണോ എന്നറിയില്ല അത് മറച്ചുവെച്ചും മുസ്ലിം സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നവരാണ് ഇന്ന് എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ കളവ് പറഞ്ഞു കൊടുക്കുന്നു എന്ന് സാരം. ഖുർആനിലൊരു വചനമുണ്ട്, സത്യവിശ്വാസികൾ നിങ്ങളുടെ നിരീശ്വരവാദികളായ മാതാപിതാക്കളെ രക്ഷാകർത്താക്കളാക്കരുത് എന്നാണ് ആ ഒരു വചനം. രക്ഷാകർത്താക്കൾ ആക്കരുത് എന്ന് പറഞ്ഞാൽ മാർഗദർശികളാക്കരുത്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളും അവരും തമ്മിൽ വിശ്വാസപരമായി യോജിക്കുന്നവരല്ല. അതല്ലാതെ അവരെ കൊല്ലണമെന്നോ തല്ലണമെന്നോ ഇടിക്കണമെന്നോ അവർ കൊടുക്കരുതെന്നോ അവരിൽ നിന്നൊന്നും സ്വീകരിക്കരുതെന്നോ അവരെ നിരാകരിക്കണമെന്നോ ബഹുമാനിക്കരുതെന്നോ ഒന്നുമല്ല. ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിരീശ്വരവാദികളാണെങ്കിൽ അവരുടെ മാർഗദർശനങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് എക്സ് മുസ്ലിം വനിത. ഇനി അവരെ സംബന്ധിച്ചാണെങ്കിലോ, അവരുടെ മാതാപിതാക്കൾ അവരെ സംബന്ധിച്ച് അവിശ്വാസികളാണ്. അവർ ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് ഈ മാർഗദർശനം സ്വീകരിക്കുക എന്ന്. എന്നാൽ അവർക്ക് മനസ്സിലാവും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണ്. അവിശ്വാസികളുടെ മാതാപിതാക്കളുടെ മാർഗദർശനം അവർ എങ്ങനെ സ്വീകരിക്കും? അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ വിശ്വാസം ഏതാണോ അതിലേക്ക് ചേരേണ്ടി വരില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഖുർആൻ വചനങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇവർ ചെയ്യുന്ന ഇന്നത്തെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ എന്താണോ പറയുന്നത് അപ്പടി മുസ്ലിം സുഹൃത്തുക്കൾ സ്വീകരിക്കരുത്. അത് കേട്ടാൽ അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കണം എന്ന് മനസ്സിലാക്കുക.